ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 50 എപ്പിസോഡുകളിലേക്ക് എത്തുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ച ശേഷം നിലവിൽ 4 റൗണ്ടുകൾ പൂർത്തിയാക്കാൻ ഷോ തയ്യാറെടുക്കുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ന്യൂ ഇയർ സ്പെഷ്യലായി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സ്റ്റാർ സിംഗർ എപ്പിസോഡുകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം. ന്യൂ ഇയറിന് മുന്നോടിയായി സെലിബ്രേഷൻ റൗണ്ട് എന്ന പേരിൽ ഒരു റൗണ്ട് തന്നെ സ്റ്റാർ സിംഗർ ഉൾപ്പെടുത്തിയിരുന്നു. ക്രിസ്തുമസ് എപ്പിസോഡ് മുതലാണ് ഈ പുതിയ റൗണ്ട് ആരംഭിച്ചത്. ഇതുവരെ നടന്നിരുന്ന റെട്രോ വേഴ്സസ് മെട്രോ റൗണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചാണ് ഈ പുതിയ റൗണ്ട് ആരംഭിച്ചത്. സെലിബ്രേഷൻ റൗണ്ടിലെ 3 എപ്പിസോഡുകളിൽ ആദ്യ എപ്പിസോഡ് ക്രിസ്മസ് എപ്പിസോഡിനായി സംപ്രേഷണം ചെയ്തിരുന്നു. ബാക്കി 2 എപ്പിസോഡുകളാണ് ന്യൂ ഇയർ എപ്പിസോഡിന്റെ ഭാഗമായി ന്യൂ ഇയറിന് മുമ്പുള്ള ശനി ഞായർ ദിവസങ്ങളിലെ എപ്പിസോഡുകളായി ടെലികാസ്റ്റ് ചെയ്തത്. എപ്പിസോഡുകളിൽ വരുത്തിയ ഒരു മാറ്റം ടോസിങ്ങിന്റെ കാര്യത്തിലാണ്. ഈ എപ്പിസോഡുകളിൽ ടോസ് നേടുന്ന ടീം ആരാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കും. അവരായിരിക്കും ആദ്യ എപ്പിസോഡ് മുഴുവൻ പെർഫോം ചെയ്യുക. അടുത്ത ടീം മാത്രമാകും അടുത്ത എപ്പിസോഡിൽ പെർഫോം ചെയ്യുക. ഡിസംബർ 27, 28 തീയതികളിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട എപ്പിസോഡുകൾ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10ന്റെ 47, 48 എപ്പിസോഡുകളാണ്. 2 എപ്പിസോഡുകളിലും 5 പെർഫോമൻസുകൾ വീതം ആകെ 10 പെർഫോമൻസുകളാണ് ഉണ്ടായിരുന്നത്. ശനിയാഴ്ച എപ്പിസോഡിൽ ടോസ് നേടിയ ഗുരുകുലം കോൺവെന്റ് സ്കൂൾ ആദ്യം മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. ശനിയാഴ്ച കോൺവെന്റ് സ്കൂളിൽ നിന്നും പെർഫോം ചെയ്ത 5 പേരും അവരുടെ മാർക്കുകളും ഇങ്ങനെയാണ്. സുവർണ KS 100 മാർക്കോടെ ഗോൾഡൻ സ്റ്റാർ, ദിൽരാജ് ഗോപി 99.5 മാർക്ക്, പവിത്ര 99.5 മാർക്ക്, വൈശാഖൻ 99 മാർക്ക്, ഷിൻസി ഷിജു 97.5 മാർക്ക് എന്നിങ്ങനെ നേടി. ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് കാഴ്ചവെച്ച സുവർണ KS ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഞായറാഴ്ച എപ്പിസോഡിൽ ഗുരുകുലത്തിൽ നിന്നായിരുന്നു എല്ലാ പെർഫോമൻസുകളും. ഗുരുകുലത്തിൽ നിന്നും അർജുൻ KC 100 മാർക്കോടുകൂടി ഗോൾഡൻ സ്റ്റാറും, ശിവപ്രിയ സുരേഷ് 99.5 മാർക്കും, തീർത്ഥസത്യനും വിധുരാജും 99 മാർക്ക് വീതവും, ദീപു 98.5 മാർക്കും നേടി. ഗോൾഡൻ സ്റ്റാർ നേടിയ അർജുൻ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറായി. ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂൾ 495.5 മാർക്കും, ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഗുരുകുലം 496 മാർക്കും നേടി. അങ്ങനെ ഗുരുകുലം ഈ ആഴ്ചയിലെ വിന്നറായി. പെർഫോമേഴ്സ് ഓഫ് ദ വീക്കായി സ്വർണയും അർജുനും സെലക്ട് ചെയ്യപ്പെട്ടു. ഈ എപ്പിസോഡുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പെർഫോമൻസുകൾ ഏതെല്ലാം എന്ന് കമൻറ്റ് ചെയ്യൂ.